വീണ്ടും ഒരു രാത്രി കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയല്ലോ. സമ്പൂർണമായ പകൽക്കാലമായിരുന്നു കർത്താവിന്റെ വലിയ കൃപ നമ്മോട് ഉണ്ടായിരുന്നു. കടന്നു വന്നാൽ പ്രിയപ്പെട്ടവർക്കായ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ അമ്മയെ സ്തോത്രം ഇനിയും കടന്നു വരുവാനുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അമ്മയെ സ്തോത്രം നമ്മൾ അങ്ങനെ മുൻപോട്ട് പോകുന്നതോറും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഇടയങ്ങൾക്ക് സ്തോത്രം അവയെ ദൈവത്തെ പ്രാർത്ഥിക്കാം. നാളുകളിൽ എല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആമേൻ ദൈവസഭയുടെ മേൽ ദൈവത്തിന് വലിയ വിടുതൽ ദൈവം അയക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആമേൻ ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ദൈവം നമ്മെ ആമേൻ സഹായിപ്പാൻ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. ആകയാൽ ആമേൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ദൈവം ഇന്ന് രാത്രി നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാം വളരെ പരിചയമുള്ള ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 2-ാമത്തെ ആമേൻ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഇവിടെ നമുക്ക് വളരെ സുപരിചിതമായ തിരുവചനമാണല്ലോ ഈ വാക്യങ്ങൾ. ആമേൻ സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 1-2 ചിന്തകൾ. ആമേൻ കായ്ക്കുന്നതിനെ അധികം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു, കായ്ക്കാത്തതിനെ എന്ത് ചെയ്യുന്നു? അതിനെ വെട്ടിക്കളയുന്നു. അല്ലെ? കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. സ്തോത്രം. ആമേൻ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, അതിനെ വെട്ടിക്കളയുന്നു, അതിനെ നശിപ്പിച്ചു കളയുന്നു. സ്തോത്രം. ആമേൻ. ദൈവം നമ്മെ എന്തിനാ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്? ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ആമേൻ സ്തോത്രം നോക്കുക, ഇവിടെ ആമേൻ സ്തോത്രം കർത്താവ് പറയുന്ന ഈ വാക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആമേൻ. രണ്ടിനും വേദന നിറഞ്ഞ ഒരു അനുഭവമുണ്ട്, കായ്ക്കുന്നവർക്കും കായ്ക്കാത്തവർക്കും. എന്നാൽ കായ്ക്കുന്നവരെ ചെത്തി വെടിപ്പാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അധികം ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. പക്ഷെ കായ്ക്കാത്തതിനെ വെട്ടുന്നത് അത് ആമേൻ നിലനിൽക്കാനല്ല, എന്നേക്കുമായിട്ട് അതിനെ എന്ത് ചെയ്യാനായിട്ട്? അതിനെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. ആമേൻ ചില ചെത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആമേൻ അത് ശോധനകളായി മാറാം, അത് കഷ്ടതയായി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രതികൂലങ്ങളാകാം, വെല്ലുവിളികളാകാം. ഏത് നിലവാരങ്ങളിലുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വന്ന് ആമേൻ നമ്മെ അത് ആമേൻ ചെത്തുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആമേൻ നമ്മൾ വീണ്ടും അധികം ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ ആമേൻ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഫലമില്ലാതെ പോയാൽ ആമേൻ ദൈവം നമ്മെ ഈ തോട്ടത്തിനകത്ത്, ദൈവ സഭയാകുന്ന തോട്ടത്തിനകത്ത് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആമേൻ ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. ഈ ഭൂമിയെ നിഷ്ഫലമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാക്കുന്നുണ്ടോ? ആമേൻ സ്തോത്രം. സഭയാകുന്ന ഈ തോട്ടത്തിനകത്ത് ദൈവം നമ്മെ നിർത്തിയിരിക്കുമ്പോൾ ഫലമില്ലാതെ, അല്ലെ, ഫലമില്ലാതെ എല്ലാ നാളിലും ഫലം കൊടുക്കുവാൻ കഴിയാത്ത ഫലമില്ലാത്ത വൃക്ഷങ്ങളായി ഈ ഭൂമിയെ ആമേൻ നശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ നിഷ്ഫലമാക്കി കളയുവാൻ ദൈവം എന്ത് ചെയ്യുന്നില്ല? നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആമേൻ സ്തോത്രം ദൈവം പറയുക, ഞാൻ അതിനെ വെട്ടിക്കളയും. ആമേൻ. അപ്പോഴും ആമേൻ എന്തുകൊണ്ട് വെട്ടിക്കളഞ്ഞില്ല? നമ്മൾ ചിന്തിക്കും, ഞാൻ ഫലമൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ്, ആമേൻ കഴിഞ്ഞ വർഷം ഫലമൊന്നും കായ്ക്കുവാൻ കഴിഞ്ഞില്ല, ഈ വർഷം അങ്ങനെയൊക്കെ തന്നെയാണ്, എന്നാലും ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ നശിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവം നമ്മെ ഒഴിവാക്കാത്തത്? ആമേൻ. നമ്മുടെ കർത്താവിന്റെ മധ്യസ്ഥതയാണ്. എന്താ കർത്താവ് പറഞ്ഞത്? 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. എന്നേ വെട്ടിക്കളയേണ്ടത്, അല്ലേ? സ്തോത്രം. ആമേൻ. ഈ തോട്ടത്തിനകത്ത് നിന്ന് എന്നേ ദൈവം വെട്ടിക്കളയേണ്ടതല്ലേ?
ആമേൻ സ്തോത്രം. ആമേൻ അത് രണ്ട് നിലകളിലാകാം. ഒന്ന് സഭയാകുന്ന തോട്ടത്തിൽ നിന്ന് വെട്ടിക്കളയാം. ആമേൻ അല്ല ഈ ലോകത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, നശിപ്പിച്ചു കളയാനുള്ള സാധ്യതകളുണ്ട്. ആമേൻ സ്തോത്രം. കാരണം നമ്മൾ പലപ്പോഴും പെയ്ത മഴ എന്ത് ചെയ്തു, കുടിച്ചവരാണ്. പലപ്പോഴും പെയ്ത മഴ നമ്മൾ കുടിച്ചവരാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ട ആത്മാവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചവരാണ്. സ്തോത്രം. പക്ഷേ തിരുവനന്തപുരത്ത് വായിക്കുന്ന പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും എന്തില്ല, കൃഷിക്ക് അനുയോജ്യമായി തീരാതെ വന്നാൽ അത് എന്ത് ചെയ്യുകയാണ്, ഈ ദൈവസഭയെ നിഷ്ഫലമാക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. പലപ്പോഴും മഴ പെയ്തു, എന്നിട്ട് നമ്മൾ നനഞ്ഞു, നമ്മളതിനെ കുടിച്ചു, അല്ലെ? നമ്മുടെ വേദനകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ആറ്റരികത്ത് എന്ന നിലയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്തു, ദീർഘദൂരം വേഗം ഓടിച്ചു. പക്ഷേ ആ വെള്ളമെല്ലാം വലിച്ചെടുത്തോ ഫലപുഷ്ടമായ അനുഭവങ്ങള്, അല്ലെ? ദൈവവചനം എന്ന ഫലപുഷ്ടമായ അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകി. എന്തിനു വേണ്ടിയാ? നമ്മൾ ഫലമുള്ളവരായി മാറുവാൻ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നമുക്ക് വെള്ളം നൽകി, അല്ലെ? സ്തോത്രം. മഴ, പിന്മഴയും മുൻമഴയും ദൈവം നൽകി. ആത്മമായി ദൈവം നമ്മുടെ നടുവിൽ പെയ്യിച്ചു. നമ്മൾ അതിൽ നനഞ്ഞവരാണ്, അല്ലെ? ആ ജലം നമ്മിൽ വീണതാണ്, ആ മഴ നമ്മിൽ പെയ്തതാണ്. പക്ഷേ നമ്മൾ ഫലമില്ല. സ്തോത്രം. വചനമാകുന്ന സ്തോത്രം ഫലപുഷ്ടമായ സ്തോത്രം വചനമാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. പക്ഷേ നമ്മൾ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ടത് കളയുകയല്ലാതെ വചനം ഗ്രഹിക്കുന്നില്ല, വചനം കൈക്കൊള്ളുന്നില്ല, വചനത്തെ നമ്മൾ അറിയുന്നില്ല. സ്തോത്രം. നമ്മൾ ഗ്രഹിക്കുന്നില്ല, അതിനെ ഉൾക്കൊള്ളുന്നില്ല, വചനത്തിനൊത്തവണ്ണം ഫലം കായ്ക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, സ്തോത്രം, കായ്ക്കാത്തതിനെ നീക്കിക്കളയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഒരു പക്ഷേ സ്തോത്രം നമ്മൾ ഇടയ്ക്കൊക്കെ കായ്ക്കുന്നവരായിരിക്കും. ചിലർ അങ്ങനെയാണ്, വല്ലപ്പോഴും ഒരു ഫലം കായ്ക്കുക. അത് ആർക്കും പ്രയോജനമില്ല. കാരണം ഒരു തോട്ടക്കാരനും എന്ത് ചെയ്യത്തില്ല, അതേ ചെന്ന് ഫലമുണ്ടോ എന്ന് നോക്കുകയില്ല. കാരണം കഴിഞ്ഞ വർഷം നോക്കി ഒന്നും കായ്ച്ചില്ല, അതിന് മുന്നേ വർഷം ഒന്നും കായ്ച്ചില്ല. സ്തോത്രം. ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് കായ്ച്ചു, അതുകൊണ്ട് തോട്ടക്കാരൻ ഓടിച്ചെന്ന് നോക്കണമെന്നൊന്നുമില്ല. കാരണം അതിനെ ഒഴിവാക്കിയിട്ടിരിക്കുക. അങ്ങനെയുള്ള വിശ്വാസ സമൂഹങ്ങളിൽ ഭൂമിയിലുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സ്തോത്രം. നമ്മുടെ ലോകത്ത് ഓടി, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിയ ഒരു മനുഷ്യനാണ്. എന്നാൽ ലോകത്തിന്റെ ഭാര്യയും ഓടിയവളാണ്. പക്ഷേ ലോകത്ത് മക്കളും എത്തേണ്ടടുത്ത് ഓടിയെത്തി. പക്ഷെ ലോകത്തിന്റെ ഭാര്യ എത്തിയില്ല. എന്നാ കാര്യം? ഓടാൻ വിട്ടല്ല, ഓടിയെത്താൻ കഴിഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം വിചാരിച്ചിട്ട് പോലെ എത്തിയില്ല, ലോകത്തിന്റെ ഭാര്യ രക്ഷപ്പെട്ടില്ലെന്നുള്ളതാണ്. സ്തോത്രം. കൈക്ക് പിടിച്ച് ബന്ധപ്പെടുത്തി ഇറങ്ങി പെട്ടെന്ന് ഓടിക്കോ. നിങ്ങൾ ഓടി അവിടെ എത്തിയാലേ ഈ പട്ടണത്തെ സ്വതോമോറെ ദൈവം നശിപ്പിക്കുന്നു. പക്ഷേ ദൈവം വിചാരിച്ചതുപോലെ രക്ഷപ്പെട്ടില്ല എന്നുള്ളത് എത്ര നിർഭാഗ്യമാണല്ലേ. സ്തോത്രം. അങ്ങനെ ഇന്നുകൊണ്ട് ഈ സഭയാകുന്ന തോട്ടത്തെ നിഷ്ഫലമാക്കുന്ന ഇതിനെ സ്തോത്രം നശിപ്പിക്കുന്ന സ്തോത്രം ഫലമില്ലാത്ത ചില മുന്തിരി വഴികളുണ്ട്. സ്തോത്രം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചില കൊമ്പുകളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ ഫലം കായ്ക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയല്ല, അത് ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരുക്കി കൊടുക്കണം. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് ദൈവം സ്തോത്രം ഇതിനെ നട്ടത്? ഫലം കായ്ക്കുവാൻ, അല്ലേ? എന്താ കായ്ക്കേണ്ടത്? ഇവിടെ നമ്മൾ വായിക്കുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരി വഴിയിൽ എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ ഞാൻ നീക്കിക്കളയുന്നു. സ്തോത്രം. ഈ കൊമ്പുകളാണ് നമ്മൾ ഓരോരുത്തരുമാണ്. സ്തോത്രം. ഈ മുന്തിരിയുടെ കൊമ്പുകൾ നമ്മൾ ഓരോരുത്തരാണ്. കർത്താവ് പറയുകയാണ്, കായ്ക്കാത്തതിനൊക്കെയും നീക്കിക്കളയുക. അപ്പൊ ഇവിടെ നട്ടിരിക്കുന്നത് മുന്തിരിയാണ്. എന്താണ്? മുന്തിരിയാണ്. ദൈവസഭയെ മുന്തിരിയോടുകൂടെ ഉപമിക്കുകയാണ്. സ്തോത്രം. വേദപുസ്തകത്തില് പഴയ നിയമത്തിൽ ഇസ്രായേലിനെ മുന്തിരിയോടുകൂടെ ഉപമിച്ചിട്ടുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ ഭാര്യയെ മുന്തിരിവള്ളിയോടുകൂടെ ചെയ്തിട്ടുണ്ട്, ഉപമിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ പുതിയ നിയമസഭയെ മുന്തിരിവള്ളിയോടുകൂടെ ചെയ്തിട്ടുണ്ട്, ഉപമിച്ചിട്ടുണ്ട്. ഇവിടെ പറയപ്പെടുന്നത് ദൈവസഭയെ കുറിച്ചാണ്. സ്തോത്രം. എന്താണ് കായ്ക്കേണ്ടത്?
നമ്മൾ കായ്ക്കേണ്ടത് എന്താണ്? മുന്തിരിവള്ളിയിൽ എന്ത് തന്നെ കായ്ക്കണം? മുന്തിരിങ്ങ തന്നെ കായ്ക്കണം. സ്തോത്രം. മുന്തിരിവള്ളിയിൽ എന്ത് തന്നെ കായ്ക്കണം? മുന്തിരിങ്ങ തന്നെ. എന്തെങ്കിലും കായ്ച്ചാൽ പോരാ. ചിലർ ചിന്തിക്കോ എന്തെങ്കിലും കാഴ്ച മതിയല്ലോ, പോരാ. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും കായ്ക്കുവാനല്ല. യശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യവും നിങ്ങൾ വായിച്ചു നോക്കിയേ. യശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധികാരം 2-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കുക. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം നട്ടിരിക്കുന്നതായ ഈ മുന്തിരിവള്ളി അല്ലേ? സ്തോത്രം. നമ്മെ ദൈവം നട്ടതാ. നമ്മെ ആരാ നട്ടത്? ദൈവമാണ് നട്ടിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ഇടയ്ക്ക് ഇതിന്റെ ഒരു ഭാഗം ഇവിടെ പറഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. നമ്മൾ കാറ്റത്ത് വന്ന് വീണതല്ല. കാറ്റടിച്ച് വീണതാണോ? അല്ല. ഏതോ പക്ഷി കൊത്തി എടുത്തുകൊണ്ട് ഇട്ടതുമല്ല. സ്തോത്രം. സാധാരണ ചെടികളൊക്കെ അങ്ങനെയൊക്കെ വളരാറുണ്ട് അല്ലേ? സ്തോത്രം. നമ്മൾ നടാത്ത എത്രയോ ചെടികൾ, എത്രയോ വൃക്ഷങ്ങൾ, എത്രയോ നല്ല നല്ല പ്രയോജനമുള്ള സ്തോത്രം വൃക്ഷങ്ങൾ നമ്മുടെ പറമ്പുകളിലുണ്ട്. നമ്മൾ നടാത്തതാണ്. എങ്ങനെ സംഭവിച്ചത്? എവിടുന്നോ വന്ന വേരിൽ നിന്ന് കിളിർത്തതല്ല. പക്ഷി കൊണ്ടിട്ടതാകാം അല്ലെ? അല്ലെങ്കിൽ വഴിയെ പോയവന് കഴിച്ചതിന്റെ വിത്തെറിഞ്ഞതായിരിക്കാം. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ദൈവസഭയാകുന്ന മുന്തിരിത്തോട്ടത്തിനകത്ത് അവനെ ദൈവം നട്ടതാണ്. നമ്മെ നട്ടതാരാണ്? ദൈവമാണ്. അവിടെ നമ്മൾ വായിക്കുന്നതും ദൈവം നട്ടു. പറയട്ടെ, കാറ്റൊക്കെ വന്ന് വീണതല്ല. സ്തോത്രം. വഴിപോക്കൽ കൊണ്ടിട്ടതല്ല, പക്ഷികൾ കൊത്തിക്കൊണ്ടിട്ടതുമല്ല. നമ്മെ നട്ടത് ദൈവം തന്നെയാണ്. നട്ട വൃക്ഷമാണ്. നട്ടതിന് ഉത്തരവാദിത്വം കൂടുതലാണ്. കാരണം ഒരു ഉടമസ്ഥനുണ്ട് അല്ലേ? സ്തോത്രം. ആരെങ്കിലും നമ്മുടെ കണ്ടത്തില് എന്തെങ്കിലും ഒരു ചെടി നമ്മൾ കൊണ്ട് നട്ടാൽ അതിന് വഴിപോക്കൻ ആരെങ്കിലും അത് പറിക്കുമെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കൊണ്ട് നട്ടവർക്ക് വരുന്ന ദേഷ്യം എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. പക്ഷെ അങ്ങനെയെങ്കിൽ നമ്മെ ഈ മുന്തിരിത്തോട്ടമാകുന്ന ദൈവസഭയ്ക്കകത്ത് നമ്മെ ദൈവം നട്ടു അല്ലേ? സ്തോത്രം. യിരെമ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം കൂടെ വായിക്കാം. സ്തോത്രം. chapter 2 verse 21 അതോട് വായിച്ചാണ്. അവിടെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് കർത്താവിന്റെ പദ്ധതിയെ, കർത്താവിന്റെ ഹിതത്തെ, അല്ലെങ്കിൽ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നമ്മളൊന്ന് വായിക്കാമോ? ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ലോക്കൽ മുന്തിരിവള്ളിയായിട്ടല്ല നട്ടത്. സ്തോത്രം. ഞാൻ നിന്നെ ലോക്കലായിട്ടല്ല നട്ടത് അല്ലെ? മുമ്പേ നമ്മൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു. മുമ്പേ നമ്മൾ ആരായിരുന്നു? നികൃഷ്ടരായിരുന്നു. മുമ്പേ നമ്മൾ പ്രയോജനമില്ലാത്തവരായിരുന്നു. നമ്മൾ ഏതുമില്ലാത്തവരായിരുന്നു അല്ലേ? സ്തോത്രം. മുമ്പേ കുലഹീനരായിരുന്നു. ഒരു ശ്രേഷ്ഠതയും നമുക്കില്ല. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ഈ തോട്ടത്തിനകത്ത് വന്നതുകൊണ്ടാണ് ചിലതൊക്കെ ദൈവം നമുക്ക് തന്നത്. ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. സ്തോത്രം. അല്ലാതെ ഒന്നിനും അർഹതയുള്ളവരല്ല നമ്മൾ. ഒരു യോഗ്യതയും നമ്മളില്ല. ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ഈ സഭയാകുന്ന തോട്ടത്തിനകത്ത് ഒരു മുന്തിരിവള്ളിയായി ദൈവം നമ്മെ നട്ടിരിക്കുന്നു. ഇവിടെ യിരെമ്യാപ്രവാചകൻ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ നട്ടത് ലോക്കൽ ക്ലാസ് ആയിട്ടല്ല, ലോക്കലായിട്ടല്ല, ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയാണ്. ദൈവം തന്റെ സഭയെ സംബോധന ചെയ്യുകയാണ്. ദൈവം നമ്മെ കുറിച്ച് സംസാരിക്കുകയാണ്. സ്തോത്രം. വിദ്യാഭ്യാസമില്ലാത്തവരെ കാണും. സ്തോത്രം. നല്ല വീടില്ലാത്തവരെ കാണും. നല്ല സൗകര്യമില്ല, സൗഭാഗ്യങ്ങളില്ല, സമ്പത്തില്ല, വിദ്യാഭ്യാസമില്ല, നല്ല കുടുംബമില്ല, നല്ല ചുറ്റുപാടുകളിലില്ല, നല്ല ബാക്ക്ഗ്രൗണ്ടുകളൊന്നുമില്ല, കുലമഹിമയോ കുടുംബ ശ്രേഷ്ഠതകളോ പറയാനില്ല. പക്ഷേ നമ്മെ ദൈവം അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. എങ്ങനെ? നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി, സ്വന്തം ജനമാക്കി മാറ്റി, വിശുദ്ധ വംശമാക്കി മാറ്റി. എന്തുകൊണ്ട്? നമുക്ക് ശ്രേഷ്ഠതയുണ്ടായിട്ടല്ല, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്തിന്റെ ഫലമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തതുകൊണ്ട് നമ്മൾ
നമ്മൾ ആമേ ശ്രേഷ്ഠതയുള്ളവരായി മാറി. ഹല്ലേലൂയ, ആമേൻ. അന്ധകാരത്തിൽ കിടന്നപ്പോൾ നമ്മൾ ജാലകീയ പുരോഹിത വർഗമല്ല. അന്ധകാരത്തിൽ കിടന്നപ്പോൾ, ഇരുട്ടിൽ കിടന്നപ്പോൾ, പാപത്തിൽ കിടന്നപ്പോൾ, ഇരുട്ട് പാപത്തെ കാണിക്കുന്നു, ഇരുട്ട് ശാപത്തെ കാണിക്കുന്നു, ഇരുട്ട് പൈശാചിക പ്രവൃത്തികളെ കാണിക്കുന്നു. നമ്മൾ പാപത്തിലായിരുന്നു, നമ്മൾ ശാപത്തിലായിരുന്നു, നമ്മൾ പൈശാചിക പ്രവൃത്തികളുടെ കീഴിലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ദൈവം അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് നമ്മൾ ആരായി മാറിയത്? രാജകീയ പുരോഹിതവൃത്തമായി മാറിയത്. സ്തോത്രം. ചുമ്മാതല്ല. ഇരുന്നപ്പോൾ നമ്മൾ ആരായിരുന്നു? ഭാഗ്യങ്ങളായിരുന്നു. എന്നാൽ അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മെ എവിടെ കൊണ്ടുവന്നു? അത്ഭുത പ്രകാശത്തിലേക്ക്, ക്രിസ്തുവാകുന്ന ലോകത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ ലോകത്തിന്റെ വെളിച്ചമായി കൊണ്ടുവന്നപ്പോൾ നമ്മൾ ആരായി മാറി? നമ്മൾ രാജകീയ പുരോഹിത വർഗമായി മാറി. പറയുന്നു, ഞാൻ നിങ്ങളുടെ നാട്ടിലിരിക്കുന്നത് ദൈവം നിങ്ങളുടെ നട്ടത് പദം പറയാം, ലോകരായിട്ടല്ല, ലോകജാതികളെ പോലെയല്ല. ഞാൻ നിങ്ങളുടെ നാട്ടിലിരിക്കുന്നത് ശ്രേഷ്ഠതയുള്ള മുന്തിരിവള്ളിയാണ്. സ്തോത്രം. ഒരു വിശിഷ്ട മുന്തിരിവള്ളി അല്ലേ? സ്തോത്രം. വിശിഷ്ട മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ അതിന് പ്രശംസിക്കുവാൻ കഴിയും നമുക്ക്. സ്തോത്രം. അതിന് വിലയുണ്ട് അല്ലേ? ഹല്ലേലൂയ. ചില പൊതുവേദികളിൽ പൊതുചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ സ്തോത്രം അതിഥികൾക്ക് കസേര ഇടാറുണ്ട്. അപ്പോൾ തന്നെ വിശിഷ്ട അതിഥികൾക്കും എന്ത് ഇടാറുണ്ട്? കസേര ഇടാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച ഈ ഫ്രണ്ടില് ഇവിടെ നോക്കിയാൽ സ്തോത്രം ഇവിടെ 6 കസേര കിടക്കും. 6 കസേര. സ്തോത്രം. ഈ 6 കസേരയുടെ ഇടയിൽ ഒരു പ്രത്യേകമായ ഒരു കസേര ഇരിപ്പുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ? ഇതിന്റെ സെൻട്രലായിട്ടൊരു കസേര, മറ്റതിനേക്കാൾ അല്പം കൂടെ സ്തോത്രം കൊള്ളാകുന്ന ഒരു കസേര. ഇതെന്തിനാ നമ്മൾ ഇട്ടിരിക്കുന്നത്? സ്തോത്രം. ഞാൻ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഒരു ദൈവദാസൻ വന്നിരിക്കട്ടെ, അദ്ദേഹം ആ കസേര ഇരിക്കുന്നില്ല. ഇരിക്കുവോ? ഇല്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് എനിക്കിരിക്കാനുള്ളതല്ല. അന്നേരം ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസ്ഥാനത്തിന്റെ സ്തോത്രം, ഈ സംഘടനയുടെ സ്തോത്രം ഏറ്റവും പ്രധാനിയായ അമേരിക്കയിലുള്ള ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനോട് വന്നാൽ സ്തോത്രം അദ്ദേഹം അപ്പുറത്തെ കസേരയിൽ ഇരിക്കത്തില്ല, അദ്ദേഹം ഈ കസേരയിൽ ഇരിക്കും. കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് എല്ലാവർക്കും ഇരിക്കാനുള്ളതല്ല, ഇത് വിശിഷ്ടമായ ഒരു ഇരിപ്പിടമാണ്, അത് വിശിഷ്ട അതിഥികൾക്കുള്ളതാണ്. മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? ഹല്ലേലൂയ, ആമേൻ എന്ന് പറഞ്ഞാൽ അതിന് വിലയുണ്ട്. അപ്പോൾ ദൈവം നമ്മെ ദൈവസഭയാകുന്ന തോട്ടത്തിനകത്ത് ഒരു മുന്തിരിവള്ളിയായി ദൈവം നമ്മെ നട്ടു. എങ്ങനെയുള്ള മുന്തിരിവള്ളിയാ? വിശിഷ്ട മുന്തിരിവള്ളിയായി. ആമേൻ. ഞാൻ നിന്നെ നട്ടിരിക്കെ, അടുത്ത വാക്ക് രണ്ടാമതായി പറയുന്നത് നല്ല തൈയായിട്ടാണ് നിങ്ങൾ നട്ടത് അല്ലെ? ഒന്ന് വിശിഷ്ട മുന്തിരിവള്ളി, അതിന്റെ സ്ഥാനം അത് പ്രത്യേകമായ ഒരു സ്ഥാനമാണ്. എല്ലായിടത്തും ഈ മുന്തിരിവള്ളിക്ക് പടരാനൊക്കില്ല, എല്ലായിടത്തും ഈ മുന്തിരിവള്ളിക്ക് ഇടപഴകാനൊക്കില്ല. എല്ലാവർക്കും ഇത് സ്തോത്രം അതിൻ്റെതായ നിലകളിൽ എല്ലാവരെ പോലെയും ഈ മുന്തിരിവള്ളി എന്ത് ചെയ്യാൻ പാടില്ല? വളരാൻ പാടില്ല. ഇതിന് പ്രത്യേക പരിചരണമുണ്ട്, ഇതിന് പ്രത്യേകമായ സ്തോത്രം സംരക്ഷണമുണ്ട്, ഇതിന് പ്രത്യേകമായ ചില നിലവാരങ്ങളുണ്ട്. എന്താണ് അതാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തില് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എവിടെയാണ്? ഒന്ന്, ഇതിനെ ഒരു കുന്നിന്റെ മുകളിലാണ് ദൈവം നട്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക, വിശിഷ്ട മുന്തിരിവള്ളിയായതുകൊണ്ട് അല്ലെ, നല്ല തൈയായതുകൊണ്ട് എവിടെയും കൊണ്ട് നടാൻ ഒക്കുകയില്ല, ചോല എന്ന ഭാഗത്ത് നടാൻ ഒക്കുകയില്ല. സ്വന്തം കല്ലുകൾ കിടക്കുന്നതിനെ കൊണ്ട് വയ്ക്കാൻ ഒക്കുകയില്ല. സ്വന്തം മനസ്സിലാക്കുന്നുണ്ടോ? അവൻ ചതുപ്പ് നിലച്ചിനെ കൊണ്ട് നടാൻ ഒക്കുകയില്ല. അവൻ സ്വന്തം പാല് നിറഞ്ഞ പ്രതലത്തില് ഇതിനെ കൊണ്ട് നടാൻ ഒക്കുകയില്ല. കാരണം ഇത് വിശിഷ്ട മുന്തിരിവള്ളിയാണ്. 2, ഇത് നല്ല തൈയാണ്. അതുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥൻ ഇതിനെ നട്ടത് എവിടെയാണ്? കുന്നിന്റെ മുകളിലാണ്. ആർക്കും താഴ്ത്തുവാൻ കഴിയാത്ത, ആർക്കും തകർത്തുവാൻ കഴിയാത്ത, ആർക്കും തളർത്തുവാൻ കഴിയാത്ത ഉന്നതമായ നിലവാരത്തില് ദൈവത്തിനെ നടുവാനിടയാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, കൂട്ടുകാരിൽ പരമാ ആനന്ദ ധൈര്യം കൊണ്ട് ദൈവത്തിനെ അഭിഷേകം ചെയ്ത് ചുറ്റുപാടുകൾ നിന്നേക്കാൾ സമ്പന്നന്മാർ ഉണ്ടായിരുന്നപ്പോ
അവയെ പ്രവൃത്തി കൊണ്ട് നടത്തുവാൻ കഴിയുകയില്ല. അവയെ കാരണം ദൈവം നമ്മെ നട്ടിരിക്കുന്നത് ഉന്നതങ്ങളിലാണ്, ഉന്നതമായ അവന്റെ സ്ഥലത്താണ്. എന്തുകൊണ്ട് ദൈവം നട്ടത്? വിശുദ്ധമന്ദിര വഴിയ. ഇത് എവിടെയും നടാൻ നോക്കുകയില്ല. അവൻ ഇതിന് വഴിപോക്കം അറിയിക്കാൻ പാടില്ല. അവൻ ഇതിനെ കാട്ടുപന്നി മാറ്റുവാൻ അനുവദിക്കരുത്. അവൻ എന്നുള്ള നിലവാരത്തിൽ ഒരു സംരക്ഷണം അവൻ ഇതിന്റെ ഉടമസ്ഥൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് അവൻ ഫലവത്തായ കുന്നിൽ, അല്ലെ വായിക്കുന്നത്, അവൻ ദുർഘടമായ കുന്നിലെന്നല്ല, ഫലമില്ലാത്ത നിഷ്ഫലമായി തീരുന്ന ഇടമെന്നല്ല, ഫലവത്തായ കുന്നിന്റെ മുകളിലാണ് ദൈവം അവൻ നട്ടിരിക്കുന്നത്. അവൻ അവർക്ക് ഇവിടെ എല്ലാം ദൈവം തരുന്നുണ്ട്. ദൈവത്തിന് സ്വാഗതം ചെയ്യാമോ? അടുത്ത് നമ്മൾ വായിക്കുന്നത്, രണ്ടാമത് നമ്മൾ വായിക്കുന്നു, അതിന് വേലി കെട്ടി, അല്ലെ അവൻ വിശുദ്ധമന്ദിര വഴി ആയതുകൊണ്ട്, നല്ല തൈയായതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അതിന് ചുറ്റിലും വേലി കെട്ടി. എന്തിനാ വേലി? സംരക്ഷണത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വേലിയില്ലായെങ്കിൽ എന്ത് സംഭവിക്കും? ആമേൻ. സ്തോത്രം. അതിനെ വഴിപോക്കർ നശിപ്പിക്കും, അല്ലെ 80-ാം സങ്കീർത്തനത്തില് നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലെ ആമേൻ. സ്തോത്രം. ദൈവം അതിന്റെ വേലിയെ പൊളിച്ചു കളഞ്ഞപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, വഴിപോക്കർ അതിനെ പറിച്ചു കളഞ്ഞു. വഴിപോക്കർ അതിനെ പറിച്ചു കളഞ്ഞു. രണ്ടാമതായി വായിക്കുന്നത്, കാട്ടുപന്നി അതിനെ എന്ത് ചെയ്തു? മാന്തിക്കളഞ്ഞു. സ്തോത്രം. മൂന്നാമതായി വായിക്കുന്നത്, അതിനെ തീ വെച്ച് ചുട്ടുകളയുവാൻ ഇടയായി. ആമേൻ. സ്തോത്രം. അവന്റെ വഴിപോക്കർ പതിച്ചാലും അതിന് ഒരു പരിധി വരെ നിലനിൽപ്പുണ്ട്. കാട്ടുപന്നി മാന്തിയാലും അതിന് ഒരു പരിധി വരെ നിലനിൽപ്പുണ്ട്. പക്ഷെ ഇനി ഒരിക്കലും തലയെടുക്കരുത്, തലയിലിടരുത്. ഇനി ഒരിക്കലും അത് പൂക്കരുത്, അത് ഒരിക്കലും ഇടപെടരുത്, അതൊരിക്കലും കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവയെ ശത്രു പറഞ്ഞ് തീക്കിരയാക്കുവാനിടയാ. ഇത് രാത്രി അവൻ വിളിച്ചു പറയാ, അവനെ തകർത്തു കളയുക, അവനെ ലീലായ്മ ചെയ്യുക. അവൻ ചില പൈശാചിക വ്യാപാര ശക്തികൾ, കാട്ടുപന്നികൾ അവന്റെ അടിയിലേക്ക് മാറിക്കളയുമെന്ന് അവകാശം പറഞ്ഞു അവന്റെ മുൻപാകെ കടന്നു വരുമ്പോ അവൻ മാനുഷിക വെല്ലുവിളികളായി ചില വഴിപോക്കർ അവനെ തകർത്തു കളയും. അവന്റെ അടുക്കൽ വരുമ്പോ അവന്റെ തീക്കിരയാക്കി നശിപ്പിക്കുമെന്ന് വാദിച്ചുകൊണ്ട് അന്ധകാര ശക്തികൾ കൈയോടെ കോർത്തുപിടിക്കുമ്പോ ഇത് രാത്രി നിങ്ങൾ മറന്നു പോകരുത്. അവൻ ദൈവങ്ങളുടെ മറ്റിരിക്കുമ്പോ അവൻ നിങ്ങളുടെ ചുറ്റിനും ദൈവം വേദി കെട്ടിയിട്ടുണ്ട്. അവൻ ഈ തൊഴിലോളം കാലം അവൻ ഒരു സാത്താനും തൊടുവാൻ കഴിയുകയില്ല. ഇതുള്ളിടത്തോളം കാലം അവൻ ഒരു ശത്രുവിന് നിന്റെ തകർത്തു കളയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ നിസാരന്മാരല്ല, ശ്രേഷ്ഠതയില്ലാത്തവരല്ല, കുറഞ്ഞവരല്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എളിയവനും ദരിദ്രനൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, പൊടി കൃമി ചാരനെന്നൊക്കെ നമ്മൾ നമ്മെ കുറിച്ച് പറയാറുണ്ട്. എന്നാൽ രാത്രി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇതൊന്നും അല്ല. സ്തോത്രം. നമ്മൾ ഈ പറയുന്ന ലിസ്റ്റിൽപ്പെടുന്നവരൊന്നുമല്ല. നമുക്ക് വിശേഷതയുണ്ട്, നമുക്ക് ശ്രേഷ്ഠതയുണ്ട്. നമ്മുടെ അകത്ത് വസിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമ്മെ വീണ്ടെടുത്തത് ലോകരക്ഷകനാകുന്ന യേശുവാണ്. നമ്മെ ഈ തോട്ടത്തിൽ കൊണ്ടുവരുക കാരണമായി തീർന്നത് നസറേയനാണ്. ആ നസറേയനോട് ചേർന്ന്, ആ മുന്തിരി വഴിയോട് ചേർന്ന് ചില കൊമ്പുകളാ ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുമ്പോ അതേ ശത്രുവിന് നമ്മെ തൊടാൻ നോക്കുകയില്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ എത്തിയിരിക്കുന്നു, വേദി കെട്ടി. അടുത്ത നമ്മൾ വായിക്കുന്നത്, കല്ലുകളെ പെറുക്കിക്കളഞ്ഞു. സ്തോത്രം. അവൻ വിശിഷ്ടമന്ദിര വഴിയെ നട്ടാൻ അവൻ തമ്പുരാൻപ്പെടുന്ന പാടെ എന്ത് ചെയ്തു? കല്ലുകൾ, വേരോടുന്നതിന് തടസ്സമായ ചില കല്ലുകൾ, അല്ലെ സ്തോത്രം. അവൻ വളർച്ചയ്ക്ക് തടസ്സമായ ചില കല്ലുകൾ, അവൻ ഇതിന്റെ നിലനിൽപ്പിന് തടസ്സമായ ചില കല്ലുകൾ ഈ തോട്ടത്തിനകത്തുണ്ടായിരുന്നു. അതിനെ വളക്കിക്കളഞ്ഞു, അതിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു, ഫലവൃത്തമായ മണ്ണാക്കി ദൈവം അതിനെ മാറ്റി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, അവന്റെ ജീവിതത്തിൻ്റെതായ നന്മകളെ തടയുന്ന ചില കല്ലുകൾ, മുൻപോട്ട് പോകാൻ അനുവദിക്കാത്ത ചില കല്ലുകൾ, ആഴത്തിലേക്ക് വചനത്തിൽ വേരൂന്നുവാൻ കഴിയാതെ, ആത്മാവിൽ വേരൂന്നുവാൻ കഴിയാതെ, അവന്റെ സ്നേഹത്തിൽ വേരൂന്നുവാൻ കഴിയാതെ, അവയെ തടസ്സമായി നിൽക്കുന്ന ചില പ്രതികൂലത്തിന്റെ കല്ലുകൾ ഇത് രാത്രി തോട്ടത്തിനകത്തുണ്ടെങ്കിൽ അവനത് തിരിച്ചറിയുന്ന ദൈവജനമേ, അവനതിനെ പറക്കിക്കളയാൻ ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ടെടുത്തോളം കാലം നമുക്ക് വേണ്ട നിലകളിൽ ആഴത്തിലേക്ക് എത്തിയാൻ കഴിയില്ല, വേരോടിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്
ഇത് നീ അവൻ ദാഹിക്കുമ്പോൾ അതിന് ജലം ആവശ്യമാണ്. ജലം വലിച്ചെടുക്കുവാൻ വേരോടിക്കുമ്പോൾ ഈ പാവനത തടസ്സമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നമ്മൾ വേരോടിയാലേ എന്തിയുള്ളൂ, നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാറ്റടിച്ചാൽ പറഞ്ഞു പോകും. ആരെങ്കിലും ഒരു ഇലയെ പിടിച്ചാൽ മതി, കൂടോടെ പറഞ്ഞു പോരും. കാറ്റടിച്ചാൽ പറഞ്ഞു പോകും, അതിന് വാടിപ്പോകും, അതിന്റെ പച്ചപ്പ് നഷ്ടപ്പെടും. എന്താ വേരില്ലായെങ്കിൽ സ്വതം. അതുകൊണ്ട് നമുക്ക് വേര് വേണം. എവിടെയൊക്കെ? ക്രിസ്തുവിൽ വേരൂന്നണം. ഒന്നാമതായി നമ്മൾ എവിടെ വേരൂന്നണം? ക്രിസ്തുവിൽ വേരൂന്നണം. ഈ കല്ലുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഇത് തടങ്കൽ പാറയാ, ഇത് തടസ്സമായി നിൽക്കുന്ന പാറയാ, ഇത് സ്നേഹസന്ധികളിൽ മറഞ്ഞിടക്കുന്ന പാറയാ. അവൻ സ്തോത്രം ഒരിക്കലും അവൻ മിനിസമുള്ള ഒന്നല്ല. അവൻ വാക്കുകളും അവൻ സ്തോത്രം അതിൻ്റെതായ ഉണവച്ചുള്ള ഭാഗങ്ങളും അടങ്ങുന്ന വേദനിപ്പിക്കുന്ന കല്ലുകൾ. ഈ കല്ലുകളെ മാറ്റുവാൻ കഴിയാതിരിക്കുന്നിടത്തോളം കാലം ഒരു വിശ്വാസിക്കും ക്രിസ്തുവിൽ വേരൂന്നാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നിയാലേ ഇത് വാടിപ്പോകാതെ നിൽക്കുകയുള്ളൂ. സ്തോത്രം. രണ്ടാമതായി നമ്മൾ വചനത്തിൽ വേരൂന്നണം. വചനത്തിലുള്ള പോഷക ഘടകങ്ങളിൽ നമ്മൾ തീരണം വലിച്ചെടുക്കണം. ഹല്ലേലൂയ. ഇത് വലിച്ചെടുത്താൽ മാത്രമേ നമുക്ക് പുഷ്ടിയോടെ വളരാൻ കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ അവൻ പുറമെയുള്ളവൻ ഇങ്ങനെ വീർത്തു വരും, അകമയുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? എരുപ്പായി തീരും. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കുക. വചനത്തിൽ വേരൂന്നണം. വചനത്തിൽ വേരൂന്നുന്നതോടുകൂടെ തീരുന്നില്ല, സ്നേഹത്തിൽ വേരൂന്നണം, ദൈവസ്നേഹത്തിൽ വേരൂന്നണം, പരസ്പരം ദൈവസ്നേഹം പ്രകടിപ്പിക്കണം. ഈ അവസ്ഥകൾ തടസ്സമായി നിൽക്കുന്ന കല്ലുകൾ നല്ല മുതിർവഴിയായതുകൊണ്ട്, വിശിഷ്ട മുതിർവഴിയായതുകൊണ്ട്, നല്ലവനായ തോട്ടക്കാരൻ, നല്ലവനായ ഉടമസ്ഥ കല്ലുകളെ പറക്കി മാറ്റി. അടുത്ത നമ്മൾ വായിക്കുന്നത് ഗോപുരം പണിതു. എന്താ? ഗോപുരവും പണിതു. എന്തിനാണ് ഗോപുരം? സ്വന്തം ഒരു മുതിരിത്തോട്ടം ഉണ്ടാക്കി വെച്ച് അവിടെ എന്ത് പണിതിരിക്കുന്നു? ഒരു ഗോപുരം. എന്തിനാ ഗോപുരം? കാവൽക്കാരന് പാർക്കുവാൻ. ഇവിടെയാണ് കാവൽ നോക്കുന്നവൻ നിൽക്കുന്നത്. സ്വന്തം മനസ്സിലാക്കണം. നിനക്കൊരു കാവലുണ്ട്. സ്വന്തം നിനക്ക് മുൻപും പിന്നിലും അവൻ കാവല. നീ തകർന്നു പോകാത്തത് അവന്റെ കാവലാണ്. നശിച്ചു പോകാത്തത് അവന്റെ കാവലാണ്. ആരും നിന്നെ അവഗണിച്ചു കൊണ്ടുപോകാത്തത് അവന്റെ കാവലാണ്. നിനക്ക് വേണ്ടി കാവൽ ചെയ്യുന്ന ഒരു കാവൽക്കാരനുണ്ട്. നിന്റെ രാത്രിനെ കേൾക്കുന്ന ദൈവമല്ലേ, നിന്റെ കാലുപോലും കല്ലിൽ തട്ടിപ്പോകാമെന്ന് നിന്റെ കരങ്ങളിൽ വഹിക്കുക ദൈവം എന്റെ ദൂതനെ അയച്ചിട്ടുണ്ട്. അവരുടെ ഉള്ളങ്കലത്തിൽ വരച്ചിട്ടുണ്ട്, അവരുടെ ഉള്ളങ്കലത്തിൽ വഹിച്ചിട്ടുണ്ട്. ശത്രുവിനെ തകർക്കാൻ വരുമ്പോൾ, വഴിപോകത്തിനെ ഭരിക്കാൻ വരുമ്പോൾ, നമ്മെ കാട്ടുമൃഗത്തിനെ ആക്രമിക്കാൻ വരുമ്പോൾ അവനെ തടയുവാൻ കാവൽ സ്വർഗ്ഗം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാണ് സ്വർഗ്ഗം എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു ഗോപുരം പണിതിരിക്കുന്നത്. അവിടെ തീരുന്നില്ല. അടുത്ത് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ വായിക്കുന്നത് ചക്കും കുഴിച്ചിട്ടു. എന്ത് കുഴിച്ചിട്ടു? ചക്കും കുഴിച്ചിട്ട്. എന്തിനാ ചക്ക കുഴിച്ചിട്ടത്? സ്വതന്ത്രം. ഇത് നട്ടവനറിയാം, ഞാൻ നട്ടത് നല്ല ഇനമാണ്. ഞാൻ നട്ടത് നല്ല ഇനമാണ്. ഈ റബ്ബറിലൊക്കെ തന്നെ പല ഇനങ്ങളുണ്ട്. സ്വതന്ത്രങ്ങൾക്ക് അറിയാമോ? പല ഇനങ്ങളുണ്ട്. കുരുമുളകിലും പല ഇനങ്ങളുണ്ട്. സ്വതന്ത്രം തെങ്ങിലും പല ഇനങ്ങളുണ്ട്. ചിലതൊക്കെ സ്വതന്ത്രം വെട്ടിവെച്ച് കേറാത്ത രീതിയിൽ എന്ത് ചെയ്യും? തേങ്ങ കായ്ക്കും. അത് ചില ഇനം തെങ്ങുകളാണ്. മനസ്സിലാകുന്നുണ്ടോ? ചില കുരുമുളക് നോക്കിയ ഇലയേറും അറിയാത്ത രീതിയിൽ കഴിച്ചു കയറുവാൻ ചില ഇനമാണ്. സ്വതന്ത്രം. അത് പ്രതീക്ഷയുണ്ട്. എന്നാൽ രാത്രി ഞാൻ പറയാം, ദൈവത്തിന് നട്ടപ്പോൾ, നല്ലവരായി നട്ടപ്പോൾ, വിശിഷ്ട മുതിർവഴിയായി നട്ടപ്പോൾ, ഉടമസ്ഥൻ അറിയാം ഇവിടെ ചക്കിന്റെ ആവശ്യമുണ്ട്. കാരണം അതിന് കായ്ക്കുന്ന മുന്തിരിയാണ്. ഇത് നല്ല ഫലം കായ്ക്കുന്ന മുന്തിരിവഴിയാണ്. സ്വന്തം ഫലം കായ്ച്ചാൽ ഈ ചക്കിനകത്തിട്ട് ഇതിനെ പൊട്ടിച്ച് ഇതിനെ ഉടച്ച് അതിന്റെ നീരാണ് മുന്തിരി നീരായിട്ട് എടുക്കുന്നത്. അതിനു വേണ്ടിയാ ഇതിനെ തമ്പുരാൻ എന്ത് ചെയ്യുന്നത്? ക്രമീകരിച്ചത്. മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാം ദൈവം തന്നെങ്കിലും കാവലുണ്ട്, കല്ലുറുക്കി കളഞ്ഞു, വേലി കെട്ടി, ഗോപുരമൊക്കെ ഉണ്ട്. എല്ലാം ദൈവം ചെയ്യോ. അനവതായ കുഴിയൊക്കെ ദൈവം കൊണ്ടുപോയെങ്കിലോ എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ ഉടയ്ക്കപ്പെടുന്ന ചില ചക്കുകൾ ഇതിനകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നീ ഉടയപ്പെടേണ്ടി വരോ, ഇതിനകത്ത് നീ തകർക്കപ്പെടേണ്ടി വരോ. കട്ടതകൾ നീ തകർന്നു
എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. എല്ലാം അവസാനിച്ചു എന്ന് തോന്നാം. വേദനാജനകമായ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരാം. എന്തിനു വേണ്ടിയെന്ന് അവൻ നമ്മൾ തിരിച്ചറിയണം. അവൻ നമ്മളിൽ നിന്നും അനേക പ്രിയകരമായ ഒരു മുതിർന്നീയിൽ നമ്മളിൽ നിന്ന് പുറത്തെടുക്കണമെങ്കിൽ അവൻ നമ്മൾ കഷ്ടതയാകുന്ന ചക്രത്തിലൂടെ കടന്നുപോയി മതിയാവുകയുള്ളൂ. Thank you, Lord Jesus. നല്ല മുതിർവള്ളിയാണ്, വിശിഷ്ട മുതിർവള്ളിയാണ് ദൈവം നട്ടതെന്ന് ഓർത്തിട്ട് ചക്കിന്റെ ആവശ്യത്തെ വേദനിപ്പിക്കേണ്ടതല്ല. അവൻ ഇതിന്റെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. അവരോടൊരു സ്തോത്രം അവൻ ആ ചക്കിനകത്ത് നമ്മെ കൊണ്ടുവരും. ഹല്ലേലൂയ. അതിനകത്ത് ഉടയ്ക്കപ്പെടും, അതിനകത്ത് തകർക്കപ്പെടും. കഴിഞ്ഞ വിശ്വാസ ജീവിതത്തിൽ തകർക്കപ്പെട്ടവരെ കാണാം, ഉടയപ്പെട്ടവരെ കാണാം. ഹൃദയം തകർന്നുവോ, വേദന കൊണ്ട് ഹൃദയം തകർന്നുവോ, നിന്ന കൊണ്ട് ഹൃദയം തകർന്നുവോ, അപമാനം കൊണ്ട് ഹൃദയം തകർന്നുവോ, അവരുടെ ജീവിതം ഉടയപ്പെട്ടുവോ, അവരുടെ തലമുറകളുടെ ജീവിതം തകർക്കപ്പെട്ടുവോ, ഒരു മൺപാത്രം ഉടഞ്ഞ് തകരുന്നത് പോലെ അവരുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ തലമുറ, നിന്റെ ഭാവി, നിന്റെ സമ്പത്ത്, നിന്റെ നന്മകൾ, അവരുടെ ജീവിതത്തിൻ്റെതായ നിലവാരങ്ങൾ, നിന്റെ കുടുംബ ബന്ധങ്ങൾ ഒരുപക്ഷെ തകർന്നു പോയാ ഇന്ന് രാത്രി ഞാൻ അവൻ വിളിച്ചു പറയാ അവൻ തകർക്കപ്പെടുക. അവരുടെ ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ തകർക്കപ്പെട്ട് കഴിയുമ്പോൾ അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന, ആശ്വാസമായി തീരുന്ന, രുചികരമായി തീരുന്ന, അനേകരെ തണുപ്പിക്കുന്ന, അനേകരെ സന്തോഷിപ്പിക്കുന്ന, അനേകരുടെ ജീവിതത്തിൽ ചൈതന്യം നൽകുന്നതായ അവരുടെ മുന്തിരി നീരാൽ ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി മറന്നു പോകരുത്. തകർച്ച മാത്രമല്ല, ഒരു ഉയർച്ചയും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. രാത്രിയിലും എത്രകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മെ നട്ടത് വിശിഷ്ടമുള്ള ദൈവം നമ്മെ നട്ടത് നല്ല തൈയാണ്. കേടുപിടിച്ചതല്ല, കുരുട് പിടിച്ചതല്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ലോർഡ്. കുരുടും കേടൊന്നുമില്ല. ആമേൻ, മാറവെക്കാൻ പറ്റാത്ത മുതിർവള്ളികളൊന്നും ദൈവം നട്ടില്ല. കയ്യടിക്കാൻ പറ്റാത്ത കുരുട് പിടിച്ചതൊന്നിനെയും ദൈവം നട്ടില്ല. അതെല്ലാം നല്ലതാ നട്ടത്. ചിലതൊക്കെ കുരുടാൻ, ചിലതൊക്കെ വല്ലാതെയാൾ പുഴുക്കൊന്നും അവൻ ചിലരെല്ലാം പച്ചപ്പുഴു തിന്നാൻ തുടങ്ങി, അവൻ ചിലരെല്ലാം വിട്ടു തിന്നാൻ തുടങ്ങി, അവൻ ചിലരെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി, അവൻ ചിലരെല്ലാം നണ്ടുപഴിക്കാൻ തുടങ്ങി, അവൻ ചിലരെല്ലാം അവൻ കേൾപ്പിക്കാൻ തുടങ്ങി, അവൻ ചിലരെല്ലാം കുരുട് പിടിക്കാൻ തുടങ്ങി. അവിടെ അൽമനാഥൻ അവന്റെ ഹോബിയാകുന്ന ദൈവം വേദനയോടെ പ്രവാചകനോട് വിളിച്ചു പറയുകയാ, വിശിഷ്ടമുദ്ര വലിയ നല്ലതായി തന്നെ ഞാൻ നിന്നെ നട്ടിരിക്കെ നീ കാട്ടുകൊണ്ടിരിക്കാനായി ചെറുതുകൊണ്ട്. സ്തോത്രം. പ്രതീക്ഷയ്ക്ക് അവൻ വകയില്ലാതെ പോയി. പ്രതീക്ഷിച്ചതുപോലെയല്ല കാട്ടുകൊണ്ടിരിക്കയാ കായ്ച്ചത്. സ്തോത്രം, സ്തോത്രം. ആമേൻ. 5 വർഷം കഷ്ടപ്പെട്ടത് തെങ്ങും തൈ മേടിച്ചു വെച്ച് വളർത്തി അവസാനം കായ്ക്കുന്നതെല്ലാം പേട്ട് തന്നെയാണെങ്കിൽ മറ്റവന്റെ മാനസികാവസ്ഥ എന്ത് വേദനാജനകമാണ്. നിരാത്രം മറന്നു പോകരുത്. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും ദേശത്തിന്റെ മധ്യത്തിൽ ചുറ്റിലും ഇടവും വലതും മുമ്പിലും പിമ്പിലും ഉണ്ടായിരുന്നപ്പോൾ അവരെക്കാൾ ഒട്ടും യോഗ്യത പറയാനില്ലാത്ത അയോഗ്യരായിരുന്ന എന്നെയും നിന്നെയും വിളിച്ചു വേർതിരിച്ച് ഈ സഭയാകുന്ന തോട്ടത്തിനകത്ത് ദൈവം കൊണ്ടുവന്നത് നല്ല മുന്തിരിവള്ളിയായിട്ട് ദൈവം നട്ടത് നല്ല മുന്തിരിങ്ങ കഴിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമൈതലേ, വചനമെന്ന വാളുകൊണ്ട് അവൻ നിന്നെ ചെത്തുമ്പോൾ ആമേൻ വേദനിക്കാനല്ല അധികം കായ്ക്കാനാണെന്ന് തിരിച്ചറിയണം. അധികം കായ്ച്ചാൽ അത് പ്രയോജനമാണ്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ കായ്ക്കണമെങ്കിൽ അവസാനിപ്പിക്കാൻ കായ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 15-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. സ്തോത്രം. 15-ാം അധ്യായത്തില് 4-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം, ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ആമേൻ. വായിക്കാം. ആമേൻ. ആദ്യത്തെ 4-ാമത്തെ വാക്യം വായിക്കാം വേഗത്തിൽ. ഏതാ വായിക്കുന്നത്? 4 വായിക്കാൻ പറയുമ്പോ 4 വായിക്കണം. 4ന്റെ തുടക്കം അതാണോ വായിക്കുന്നത്? എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. അടുത്ത്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയുകയില്ല. ഒന്ന്, നമ്മൾ കായ്ക്കണമെങ്കിൽ മുന്തിരിവള്ളിയിൽ വസിക്കണം.
ആരാ മുന്തിരിവള്ളി? അതിന്റെ പ്രാരംഭവാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും യേശു ക്രിസ്തുവിൽ വസിക്കണം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ആരാ? യേശു ക്രിസ്തു. അപ്പോൾ ഒന്ന്, ഫലം, നല്ല ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൽ നമ്മൾ വസിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി അതിന്റെ മൂന്നാമത്തെ വാക്യം നിങ്ങൾക്ക് വായിക്കാം. ഞാൻ നിങ്ങളോട് നിങ്ങൾ ആമേൻ. രണ്ട്, അധിക ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കണം, ശുദ്ധീകരണമുള്ളവരായിരിക്കണം. വചനത്താൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചവരായിരിക്കണം. മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? എങ്ങനെയുള്ളവരായിരിക്കണം? ശുദ്ധിയുള്ളവരായിരിക്കണം. എങ്ങനെയാ ശുദ്ധീകരണം ഉണ്ടാകുന്നത്? കർത്താവ് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ. ഒന്ന്, ദൈവ വചനത്താൽ നമ്മൾ ശുദ്ധിയുള്ളവരായി മാറുന്നു. രണ്ട്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധിയുള്ളവരായി മാറുന്നു. മൂന്ന്, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ശുദ്ധിയുള്ളവരായി മാറുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? ഒന്ന്, വചനത്താൽ നമ്മൾ ശുദ്ധിയുള്ളവരായി മാറുന്നു. രണ്ട്, ദൈവത്തിന്റെ ആമേൻ ആ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധിയുള്ളവരായി മാറുന്നു. മൂന്ന്, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ശുദ്ധിയുള്ളവരായി മാറുന്നു. സ്തോത്രം. ഈ മൂന്ന് വിധമായ ശുദ്ധീകരണമാണ് പാപത്തിന്റെ മൂന്ന് വിധ അവസ്ഥകളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, പറഞ്ഞാൽ അവിടെ വിടുന്നു. അപ്പോൾ ഫലം കായ്ക്കണമെങ്കിൽ മുന്തിരിവള്ളിയിൽ വസിക്കണം. രണ്ട്, ശുദ്ധിയുള്ളവരായിരിക്കണം. അവൻ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ മൂന്നാമത്തെ കാര്യം അവിടെ കാണുവാൻ കഴിയും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. മൂന്ന്, ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കണം. വചനം നമ്മിൽ വസിക്കണം. വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. വചനം ഗ്രഹിക്കണം. കേട്ട് കളയുകയല്ല, കേട്ട് ഗ്രഹിക്കുന്നവരായിരിക്കണം. വചനം നമ്മിൽ വസിക്കണം. ഹല്ലേലൂയ. വചനം നമ്മിൽ വസിച്ചാൽ ആകെ സാധാരണ പോരാട്ടങ്ങളിൽ നിന്ന് നമുക്ക് ജയം നേടുവാൻ കഴിയും. യേശുവിനെ പരീക്ഷിക്കുവാൻ വന്ന സാത്താനെ വചനം കൊണ്ട് യേശു കീഴടക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വചനം നിങ്ങളുടെ ഉള്ളിൽ വസിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. കാരണം കർത്താവ് ഞാൻ എന്റെ വചനം അയച്ച് നിങ്ങളെ വിടുവിക്കുന്നു. വിടുതൽ വേണമോ? വചനം വേണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇനി വചനത്തിന്റെ അകത്തുണ്ടെങ്കിൽ ഈ ഗുണത്തിന്റെ പാതകൾ നിനക്ക് വെളിച്ചം പകരോ. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ആമേൻ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ ആമേൻ ഒരു ദൈവവൈദ്യനെ മൂടുന്നത് അന്ധകാരമല്ല, ഒരു ദൈവവൈദ്യനെ മൂടുന്നത് കൂരിരുട്ടല്ല. പിന്നെയോ അവനെ മൂടുന്നത് അവനെ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ തേജസ്സാണ്. വചനത്തിന്റെ തേജസ്, വചനത്തിന്റെ പ്രകാശം അവൻ നമ്മിൽ വെളിപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അവൻ നമ്മൾ ഫലമുള്ളവരായി മാറണമെങ്കിൽ മൂന്ന്, വചനം നമ്മിൽ വസിക്കണം. ഇനി നാലാമത്തെ കാര്യം, ഒൻപതാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് വായിക്കാം. പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. നാല്, ഫലമുള്ളവരായി മാറണമെങ്കിൽ നമ്മൾ ദൈവ സ്നേഹത്തിൽ വസിക്കണം. മനസ്സിലാക്കുന്നുണ്ട്? ദൈവസ്നേഹം, അഗാപ്പേ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം. ആമേൻ. പരിധിയില്ല, പരിമിതികളില്ലാത്ത ഹല്ലേലൂയ അനന്തമായ സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. അവസ്ഥകളില്ലാതെ സ്നേഹിച്ച ആ ക്രൂശിന്റെ സ്നേഹം, ആ കാൽവരിയിലെ കടപ്പില്ലാത്ത സ്നേഹം, യേശുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വസിക്കണം. ദൈവസ്നേഹം വന്നാലേ മനുഷ്യരെല്ലാം എന്തിയുള്ളൂ? നന്നാവുകയുള്ളൂ. ദൈവസ്നേഹം വരണം. മനസ്സിലാകുന്നുണ്ടോ? ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹമല്ല ദൈവസ്നേഹം. മക്കളും അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹമല്ല. ആമേൻ. സ്തോത്രം. സ്നേഹിക്കുന്നവർ തമ്മിലുള്ള സ്നേഹമല്ല. ആമേൻ. അഹാപ്പേ. ആമേൻ. ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വരണം. ദൈവസ്നേഹം അകത്തു വരുമ്പോൾ ആമേൻ ക്ഷമിക്കാൻ കഴിയും, സഹിക്കുവാൻ കഴിയും, എല്ലാം പൊറുക്കുവാൻ കഴിയും, എല്ലാവരെയും അംഗീകരിക്കുവാൻ കഴിയും. ആമേൻ. അതാണ് ദൈവസ്നേഹം. 1 വായിക്കുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. എല്ലാത്തിലും വലുത് ദൈവത്തിന്റെ സ്നേഹമാണ്. അല്ലേ? ആമേൻ. സ്നേഹം അന്തിക്കുന്നില്ല, ചുരുക്കുന്നില്ല. ആമേൻ. സ്നേഹം ദോഷങ്ങളെ കിടുന്നില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. ആമേൻ. സ്നേഹമെല്ലാം പൊറുക്കുന്നു, സ്നേഹമെല്ലാം
സ്നേഹമെല്ലാം സഹിക്കുന്നു, സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു. എല്ലാം 1 Corinthians 13-ാം അധ്യായത്തിൽ കാണുന്ന ഭാഗമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവസ്നേഹങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ബലമുള്ളവരായി മാറുന്നത്, അല്ലേ? ആമേൻ, സ്തോത്രം. ആത്മീക ഫലം, ആത്മീക കനികൾ എന്ന് പറഞ്ഞാൽ ആമേൻ സ്നേഹത്തിൽ തുടങ്ങുകയാണ്, സ്നേഹത്തിലാണ് തുടങ്ങുന്നത്. ഹല്ലേലൂയ. എത്ര ആത്മാവിന്റെ ഫലമുണ്ട്? ആമേൻ 9 ഫലങ്ങളുണ്ട്, അല്ലേ? സ്തോത്രം. ആമേൻ 9 ആത്മാവിന്റെ ഫലങ്ങൾ. ആമേൻ ഞാനത് ഇങ്ങനെ പറയാവുള്ളൂ, സ്നേഹം എന്ന താര്. ആമേൻ സ്നേഹമാണ് അതിന്റെ താര്, അല്ലേ? ഈ കുരുമുളക് ആമേൻ ഉണ്ടാകുന്നത് ഒരു താരിലാണ്, അല്ലേ? സ്തോത്രം. ആമേൻ ഈ താരാണ് എന്താ? ഈ സ്നേഹം. ബാക്കിയെല്ലാം ഈ കുരുമുളക് പിടിക്കുന്നത് പോലെ ആ സ്നേഹമാകുന്ന താര്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയ, ഇതാണ് ആത്മാവിന്റെ ഫലങ്ങള്. ഇത് നമ്മിൽ ഉണ്ടാകണം. സ്തോത്രം. ആമേൻ. ഇത് നമ്മിൽ ഉണ്ടാകണം. ഇനി വേറൊരു ഫലം കൂടെ നമ്മിൽ ഉണ്ടാകണം. കർത്താവ് പറയുന്നത് പോയി ഫലം കായ്ക്കണം. അത് സുവിശേഷീകരണത്തെ കാണിക്കുകയാണ്, ആത്മാക്കളെ നേടുന്നതിനെ കാണിക്കുകയാണ്. ഈ തോട്ടത്തിനകത്ത് കൊട്ടിയും പാടിയും സ്തോത്രം പറഞ്ഞ് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യരെ ഭൂമിയെയും സഭയെയും ഭൂമിയുടെ ഏറ്റവും സാക്ഷ്യം വഹിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഫലം കൂടെ നമ്മിൽ ഉണ്ടാകണം. എന്തിനായി ഫലം നമ്മിൽ ഉണ്ടാകേണ്ടത്? ഒരു വാക്യം നമുക്ക് വായിക്കാൻ തുടങ്ങിയത് 7:13. ആമേൻ. ഉന്നതി പാട്ട് 7-ാം അധികാരം 13-ാം വചനം. ആമേൻ. ഒരാൾക്ക് വായിക്കാം, വേഗത്തിലെടുത്ത് വായിക്കണം. ആമേൻ. ആമേൻ. തുടങ്ങിയത് 7:13. വേഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 13-ാം വാക്യമാണല്ലോ വായിച്ചത്. സ്തോത്രം. വായിച്ചത് ഇങ്ങനെയാണ്: അധികാരത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്തു പൂവിടുകയും മാറാനാരകം പൂക്കുകയും ചെയ്തോ എന്ന് നോക്കാം. ഹല്ലേലൂയ. ആരാണ് പറയുന്നത്? അവൻ പ്രിയൻ പറയുകയാണ്. സ്തോത്രം. സഭയുടെ പ്രിയൻ, അവൻ തോട്ടക്കാരൻ, അവൻ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, അവർ നമ്മെ നമ്പിയിരിക്കുന്നു. ആ ദൈവം പറയുകയാണ്. എന്താ പറയുന്നത്? ഞാൻ തോട്ടത്തിലേക്ക് ചെല്ലും. എന്തിനാ അവൻ ദൈവം തോട്ടത്തിലേക്ക് ചെല്ലുന്നത്? മുന്തിരിവള്ളി തളർത്ത് പൂവിട്ടുവോ എന്നറിയുവാൻ അവൻ തോട്ടത്തിലേക്ക് ചെല്ലും. ഇന്ന് രാത്രി ഞാൻ വാക്കിന് വേണ്ടി അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നത്, അവൻ നമ്മുടെ സഭയാകുന്ന തോട്ടത്തിന്റെ തോട്ടക്കാരൻ വരാൻ സമയമായി. ഹല്ലേലൂയ. അവൻ ഈ മുന്തിരിവള്ളി തോട്ടമാകുന്ന ഈ സഭയ്ക്കകത്ത് ഫലമുണ്ടോ എന്നറിയുവാൻ, ഫലം ഉദിക്കുവാൻ, അവനെ പൂത്തിട്ടുണ്ടോ എന്നറിയുവാൻ, അവനെ നട്ട മുന്തിരിവള്ളി ഗുണമുണ്ടോ എന്നറിയുവാൻ, അവനെ സർവശക്തനായ ദൈവം ആ തോട്ടക്കാരൻ വരാൻ സമയമാണ്. എത്ര വിശ്വസിക്കുന്നു? കർത്താവ് തന്റെ നാമത്തോടോ പ്രധാന ദൂതന്റെ ശബ്ദത്തോടോ ദൈവത്തിന്റെ കാരണത്തോടോ കൂടെ ഇവന് വരുവാൻ സമയമാണ്. അവൻ ജീവനോടെ ശേഷിക്കുന്നവരും മാത്രം പ്രാപിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇത് രാത്രി കേൾക്കുന്ന ദൈവമേ, ആ തോട്ടത്തിന്റെ ഉടമസ്ഥന്മാരാണ്. അവൻ ഈ തോട്ടത്തിന്റെ ഉടമസ്ഥന്മാരാണ്. ഈ തോട്ടത്തിന് വേണ്ടി രക്തമൊഴുക്കിയത്, ഈ മുന്തിരിവള്ളികൾക്ക് വേണ്ടി രക്തമൊഴുക്കിയത്, ഇതിന്റെ ഒരു മാസത്തോടെ നിൽക്കട്ടെ എന്ന പിതാവിന്റെ വലത്തുഭാഗത്തിൽ നിന്ന് മധ്യസ്ഥത ചെയ്ത ആ നല്ല തോട്ടക്കാരൻ വരാൻ സമയമായി. ആ തോട്ടക്കാരൻ വരുമ്പോൾ നമ്മിൽ ഫലമുള്ളവരായിരിക്കണം. ഹോവിയാകുന്ന ദൈവം കാര്യം തീർക്കുന്ന നാളിൽ കരങ്ങൾ ബലപ്പെടുമോ? ഹല്ലേലൂയ. അതോ ആമേൻ, നീ എനിക്കൊന്നാണ് തന്നത്, നീ കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാനതിൽ കുഴിച്ചു എന്ന് ഒരു കാലത്ത് കിട്ടിയ ആ മനുഷ്യൻ പറഞ്ഞതുപോലെ പറയാൻ ആമേൻ ഇടവരരുത്. അല്ലയോ വിശ്വസ്തദാസരെ, ആമേൻ സ്തോത്രം. ആമേൻ യജമാനൻ തന്നതിന് ഞാനിതാ ആമേൻ സ്തോത്രം 5 കൂടെ നേടിയെന്ന് പറയുമ്പോൾ വിശ്വസ്തരായ ദാസരെ എന്നുള്ള വിളിക്ക് നമ്മൾ ഓരോരുത്തരായി മാറണം. ആമേൻ ക്രിസ്തീയ ജീവിതം ആമേൻ അത് സൗഭാഗ്യ ജീവിതമാണ്. അതുകൊണ്ട് രാത്രിയിൽ വാക്കുകൾ അവസാനിപ്പിക്കുന്ന തോട്ടക്കാരൻ വരാനായി. ഹല്ലേലൂയ. നമ്മെ നാട്ടുകളിൽ അവൻ വരും. ആമേൻ സ്തോത്രം. അവൻ വരും. നമ്മെ കാണുവാൻ അവൻ വരും. നമ്മെ നോക്കുവാൻ അവൻ വരും. വഴിയോരത്തിൽ അർത്ഥപാടനായിക്കുന്നത് മനുഷ്യനെടുത്ത് വഴിയോരത്തിൽ കൊണ്ടാക്കി അവരുടെ ശരീരക്കാരൻ പറഞ്ഞു ചേർക്കാൻ മടങ്ങി വരുമ്പോൾ തരാം. മടങ്ങി വരുന്നത് ദൈവമാണ്. ഇതാ ഞാൻ മേഘം വരുന്നു, ഇതാ ഞാൻ മേഘം വരുന്നു, ഇതാ ഞാൻ മേഘനോടായി വരുന്നു, ഇതാ ഞാൻ മേഘം വരുന്നു.
സഭയാകുന്ന തോട്ടത്തിനകത്ത് ദൈവം നമ്മെ അവൻ മനോഹരമായി നട്ടത്, വിശിഷ്ടമായി നട്ടത്, നല്ല മുന്തിരിവള്ളിയായി നട്ടത് അവൻ നല്ല ഫലം കായ്ക്കുവാൻ തീരുമാനമെടുക്കുവാൻ കർത്താവേ നിനക്ക് വേണ്ടി ഞാൻ ഫലം പുറപ്പെടുവിക്കാം. നല്ല ഫലമുള്ളവനായി ആകാത്ത ഫലങ്ങൾ നമ്മളുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാം. ആകാത്ത ഫലം കായ്ക്കുന്ന ഹോമുകളെ വെട്ടിക്കളയുക. അവൻ ചെത്തേണ്ടതിനെ ചെത്ത, വെട്ടേണ്ടതിനെ വെട്ട, ഒഴിക്കേണ്ടതിനെ ഒഴിക്ക, അവൻ ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിക്ക. അവൻ എന്തിനിങ്ങനെ ഒരു ദൈവശബ്ദം മുഴങ്ങണമെന്നില്ല, എന്തിനിങ്ങനെ ഒരു ദൈവിക സാന്നിധ്യം അറിയണമെന്നില്ല. ഇന്ന് രാത്രി അവനത്തവർക്ക് മനസ്സുണ്ട് ദൈവങ്ങളിൽ ഏൽപ്പിക്കാം, കണ്ണുകളിൽ അടയ്ക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.